ഇത്രയും കാലം മാറി നിൽക്കുന്ന ഇത്രയും സജീവമായിട്ട് ഒരു ചാനലിന്റെ ജീവനായിട്ട് നിൽക്കുന്ന ഒരാള് മാറി നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടാവും. കാരണം കുറച്ചൊരു ഒരാഴ്ചയൊക്കെ നമ്മളൊരു സൂഹിക്കും. കാരണം നാട്ടിൽ വീട്ടിൽ അമ്മയടുത്തൊക്കെ പോയിരിക്കാം, നല്ല ഭക്ഷണമൊക്കെ കഴിക്കാം. പ്രത്യേകിച്ച് സ്വന്തമായിട്ട് 85 ദിവസം സ്വന്തമായിട്ട് ബ്രെഡും അല്ല പുട്ടും ഓംലെറ്റും കഴിഞ്ഞോട്ടുള്ള ചേട്ടന് ആ വിഷമം എനിക്ക് മനസ്സിലാവും. തീർച്ചയായും അതുകൂടെ ഒന്ന് പറയണ ഇടയ്ക്ക്. അല്ല, അത് രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വഴികളിൽ ഒന്ന് പുട്ട്, മുട്ട ബുൾസൈ, അതിനുശേഷം പിന്നെ എന്തെങ്കിലും ഓട്സോ എന്തെങ്കിലും. അത് തുടർച്ചയായിട്ട് എനിക്ക് 2 മാസം അടുപ്പിച്ച് ഇതേ ബ്രേക്ക്ഫാസ്റ്റ് വിത്തൗട്ട് എനി ചേഞ്ച്. ആണല്ലേ, എങ്ങനെ സാധിച്ചു? പക്ഷെ അതിപ്പോഴും കഴിച്ചാലും ഞാൻ കഴിക്കും. ആണോ? ഭാര്യക്ക് എന്ത് സൗകര്യം. പക്ഷെ ഭാര്യ ഇവിടെ ഇല്ല, പാലക്കാടാണ്. ചേട്ടനെ സംബന്ധിച്ച് എത്രയോ ദൂരദർശൻ മുതൽ ഏഷ്യാനെറ്റ്, കൈരളി, മീഡിയ 1, ഇന്ത്യ വിഷൻ, ഇപ്പൊ 24 ഇത്രയും ന്യൂസ് ചാനലുകളിൽ വർക്ക് ചെയ്താല് ഏറ്റവും ആത്മസംതൃപ്തി എന്ന് പറയുന്ന സാധനം എവിടെയാ ചേട്ടാ കിട്ടിയത്? തീർച്ചയായും അത് 24 ആയിരിക്കുമല്ലോ. എന്നാൽ അതേസമയം അതാത് സ്ഥലങ്ങളിൽ അതാത് സമയങ്ങളിൽ മോശമായ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ നമുക്ക് ഇവിടെ ഇപ്പൊ നമ്മളൊരു ഡിസിഷൻ മേക്കറാണ്, അവിടെ ഒരു ഡിസിഷൻ മേക്കർ അല്ല. നമ്മുടെ ഷോയുടെ ഡിസിഷൻ മേക്കിംഗ് മാത്രമായിരുന്നെങ്കിൽ ഇവിടെ ഒരു ചാനലിന്റെ ഡിസിഷൻ മേക്കിംഗ് ടീമിലുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവും. ഇപ്പൊ നമുക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കും, ആ തീരുമാനങ്ങൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. അതിന് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. അതിന്റെ ഔട്ട്പുട്ട് മാത്രമായിരിക്കും നമ്മൾ നോക്കുന്നത്. ആ അർത്ഥത്തിൽ നമുക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ അവിടുന്ന് തരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ചാനലിൽ നിന്ന് വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ ഒരു നല്ല ടേംസിലല്ലാതെ പിരിഞ്ഞു പോരേണ്ടി വന്നില്ല? ഒരിടത്തൊന്നും അങ്ങനെ പിരിഞ്ഞു പോകേണ്ടി വന്നിട്ടില്ല. നമ്മൾ തന്നെ പലതും അവസാനിപ്പിക്കുകയായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാൻ വേണ്ടി അവരോട് താങ്ക്സ് പറഞ്ഞിറങ്ങി പോവുകയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പോഴും അതുകൊണ്ട് തന്നെ എല്ലാ ചാനലുകളിൽ നിന്നും സൗഹൃദമുണ്ട്. അവരിൽ പലരും നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം എന്ന രീതിയിൽ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യം. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഭയങ്കര ധൈര്യശാലിയാണോ? അങ്ങനെ ധൈര്യം റിസ്ക് എടുക്കുന്ന ആളാണ്. റിസ്ക് എടുക്കാറുണ്ട്. ഏഷ്യാനെറ്റ് പോലത്തെ വിശാലമായ വലിയൊരു ലോകം, അവിടെ നിന്ന് ഇന്ത്യ വിഷനിലേക്ക് പോകാൻ തീരുമാനിക്കുന്ന, ഒരു ചെറിയ ലോകത്തേക്ക് പോകാൻ തീരുമാനിക്കുന്ന ആ ധൈര്യം അതെങ്ങനെ ഉണ്ടായി? നമ്മൾ ആദ്യം വിചാരിക്കില്ലേ വേണോ വേണ്ടയോ എന്ന് 2 3 ആലോചിച്ചാൽ മതി. ഇപ്പൊ ഞാൻ യൂണിവേഴ്സിറ്റിയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ജോലിയിൽ നിന്ന് ഈ 24 എന്ന ചാനലിന്റെ ജോലിയിലേക്ക് വന്ന റിസ്കിനേക്കാൾ ചെറുതായിരുന്നു അന്നത്തെ റിസ്ക്. അത് ശരിയാണ്. അധ്യാപനവും ചേട്ടനെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തനവും ചേട്ടനെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. രണ്ടും ജോലി ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടി ലോങ് റൈഡ്സ്, സോളോ ലോങ് റൈഡ്സ്. എനിക്ക് സോളോ ലോങ് റൈഡ്സിന്റെ സൈഡിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. സോളോ എന്ന് പറയാൻ കഴിയില്ലല്ലോ. അത് ശരി. അപ്പൊ ഈ 3 കാര്യങ്ങളും നല്ല പാഷനോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ എത്ര ദിവസം ഇപ്പൊ നമ്മള് ലോങ് റൈഡിന് പോയാൽ, ഇപ്പോൾ ഹിമാലയത്തിലൊക്കെ നമ്മൾ സൈക്കിൾ റൈഡിങ്ങിനും മൗണ്ടൻ ബൈക്കിങ്ങിനൊക്കെ പോകാറുണ്ട്. അവിടെ YHOയുമായിട്ട് ബന്ധപ്പെട്ട് യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ ആ മൗണ്ടൻ സൈക്ലിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് എത്ര ദിവസങ്ങൾ അവിടുത്തെ ക്ലൈമറ്റോ അവിടുത്തെ ഭക്ഷണം വളരെ മിനിമം സാഹചര്യങ്ങളിലായിരിക്കും നമ്മൾ കഴിയുന്നത്. ചെറിയ ടെന്റ്, ചെറിയ വെജ് ഫുഡൊക്കെ ആയിരിക്കും.